ഹലോ, ഇന്ന് ചെയ്യാൻ പോകുന്ന മസൂർ ദാൽ വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. 100% ഉറപ്പ് വരുന്നു. ടാനിങ്ങൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. മസൂർ ദാൽ നന്നായിട്ട് പൊടിച്ചത്, അതിൻ്റെ കൂടെ തന്നെ കടലമാവും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ്. നല്ല പുളിയുള്ള തൈരാണ്. നമ്മൾ പൊടി എത്ര എടുത്തോ അതിനനുസരിച്ച് തൈര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തൈര് നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ നിങ്ങൾ പാൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് ടാനിങ് ഒക്കെ കുറയ്ക്കും. നമ്മുടെ ഫേസിനൊക്കെ റിങ്കിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഫേസ് നല്ല ബ്രൈറ്റനൊക്കെ ആവാൻ മഞ്ഞൾപ്പൊടി അടിപൊളിയാണ്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അതിലേക്ക് കുറച്ച് തേനും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചുകൂടി തൈര് നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മേക്കപ്പ് ഒന്നും ഇല്ലാതെ വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളിനി ഇത് ഫേസിൽ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് തിക്ക് ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കത് അത്ര നന്നായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ കൈവച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഒക്കെ വെച്ച് യൂസ് ചെയ്യാം. എനിക്ക് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ആണ് ഞാൻ കൈവച്ച് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല തിക്ക് ലെയറായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ കണ്ണിൻ്റെ ഏരിയാസ് വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും നമ്മൾ കഴുത്തിൽ കൂടെ മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ആവുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളെ കഴുത്തും കൂടെ ബ്രൈറ്റൻ ആവുള്ളൂ. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് റിസൾട്ട് നല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റ കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് നമുക്കിത് വെച്ചേക്കാം. ഇടയ്ക്ക് നല്ല ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പാക്കൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് എത്രമാത്രം ഇതിലൂടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ പൊന്നു അടിപൊളി റിസൾട്ടാണ്. എൻ്റെ കയ്യിലെ ടാനിങ്ങൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫേസിൽ തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റിസൾട്ട് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ കാണാൻ പറ്റും. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആയി പോവും. പിമ്പിൾസ് വന്ന മാർക്സ് പോവും, ടാനിങ് പോവും. നമ്മൾ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കും. ഇതിപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 തവണ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. 2-3 ദിവസമെങ്കിലും മാക്സിമം ചെയ്യണം. ഒറ്റ യൂസിൽ തന്നെ അടിപൊളി റിസൾട്ട് കിട്ടും. നിങ്ങളുടെ പിന്നെ പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനായിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 തവണ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ, എൻ്റെ ഫേസ് അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല എന്തോ ഒരു ബ്രൈറ്റനിങ് ഫീലാണ്. ഒരു അടിപൊളി റിസൾട്ടാണ്. സ്കിന്നൊക്കെ ഒന്ന് ക്ലിയറായി, നല്ല ബ്രൈറ്റനായി, ഒന്ന് തുടുത്ത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ, ബൈ ബൈ.